പല കായ്കളും ഒരുമിച്ച് വയ്ക്കുമ്പോഴും എല്ലാത്തിൻ്റെയും രുചി തനതായി നിൽക്കും. അതാണ് അവിയൽ. അവിയലില്ലാതെ ഒരു കേരള സദ്യയും പൂർണ്ണമാവില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അവിയൽ റെസിപ്പി കണ്ടാലോ? അതിനു മുന്നേ നമുക്ക് ഈ അവിയലിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കിയാലോ? പണ്ട് പാണ്ഡവരുടെ വനവാസകാലത്ത് ഭീമന് ഒരു പാചകക്കാരൻ്റെ വേഷം അണിയേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഭീമന് വലിയ പാചകമൊന്നും അറിയില്ല. അപ്പോൾ ഒരു ദിവസം ദുർവാസാവ് മഹർഷിക്കായി പാചകം ചെയ്യേണ്ടി വന്നു. അപ്പോൾ കുറേയധികം പച്ചക്കറികൾ ഒരുമിച്ചിട്ട് തേങ്ങയും ചേർത്ത് നമ്മുടെ ഭീമൻ അഥവാ വല്ലഭൻ ഒരു കൂട്ടങ്ങ് ഉണ്ടാക്കി. അതാണ് അവിയൽ. ഒന്നിച്ച് വേവിച്ചു എന്നുകൊണ്ട് ആണ് അവിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിയലിൽ ചേമ്പ്, ചേന, കായ, മറ്റു പച്ചക്കറികളായ കാച്ചിലും മത്തങ്ങയും ഒക്കെ നമ്മളിടും. അതിൻ്റെ കൂടെ മുരിങ്ങക്കയും അമരക്കയും ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ക്യാരറ്റോ വഴുതനങ്ങയോ അങ്ങനെയുള്ള പച്ചക്കറികളും നമ്മളിതിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ റെസിപ്പി സീരീസിൽ 4ാമത്തെ എപ്പിസോഡിൽ അവിയലാണ് താരം. ഇന്നത്തെ അവിയലിൽ എന്തൊക്കെ പച്ചക്കറികളാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ അവിയലിൽ ക്യാരറ്റും പടവലങ്ങയും മത്തങ്ങയും കായും ചേനയും കാച്ചിലും ഒക്കെ ഉണ്ട്. പിന്നെ അമരയ്ക്ക, പച്ചമുളക് അങ്ങനെയുള്ള കുറേ ആൾക്കാരും. ഇവരെല്ലാം കൂടി നല്ലതുപോലെ കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല നീളത്തിലരിഞ്ഞതാണ് കേട്ടോ. കുറച്ച് വലിപ്പത്തിലരിഞ്ഞ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു 2-3 പച്ചമുളകും കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ആവശ്യമെങ്കിൽ ഒഴിക്കാം, കാരണം പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇനി നമുക്ക് അവിയലിന് ആവശ്യമായ കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും തേങ്ങയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അമ്മിയിലാണെങ്കിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. എരിക്ക് ആവശ്യമായിട്ട് ഒരു പഴുത്ത പച്ചമുളക് കൂടി ഇതിനൊപ്പം ചേർക്കാം. നല്ല ആവിയിലൊക്കെ ഇരുന്ന് നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നല്ലതുപോലെ ഉടച്ചെടുക്കാം, അല്ല കഷ്ണങ്ങളെയൊക്കെ കഴിക്കാൻ പാകത്തിന് വേണമെങ്കിലും നമുക്ക് കുക്കാക്കി എടുക്കാം. എനിക്ക് കുറച്ച് ഉടഞ്ഞിരിക്കുന്ന അവിയലാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഉടച്ചാണ് എടുക്കുന്നത്. എൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. നോക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് ചൂടാക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ അവിയലിൽ നിന്ന് നല്ലൊരു മണം വരും. തേങ്ങ കുറച്ച് അധികം ഇടാം കേട്ടോ, അപ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇളക്കി എടുക്കുമ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ അധികം അങ്ങ് പൊടിയാതെ എന്നാൽ നല്ല രീതിയിൽ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് കോട്ടായി വരുന്ന രീതിയിൽ നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കണം. ഞാൻ ഉണ്ടാക്കുമ്പോൾ അവിയലിൽ മുളക് പൊടി ഇടാറില്ല. അതിൻ്റെ കളറും രുചിയും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പച്ചമുളക് മാത്രമാണ് എരിക്ക് വേണ്ടി നമ്മൾ യൂസ് ആക്കുന്നത്. പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ എടുത്തതിന് ശേഷം നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുകറുത്ത് നിങ്ങളുടെ സ്ഥലത്ത് അവിയലുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറില്ല. പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ അവിയലിലിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുന്നത്. ഒപ്പം 1 സ്പൂൺ തൈര് കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. തൈര് ചേർത്തത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, സോറി കേട്ടോ. ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ കളറ്? നല്ല മഞ്ഞ കളറിൽ തന്നെയായിരിക്കും നമ്മുടെ അവിയലിരിക്കുന്നത്. ഇനി എന്താ, ഒരു പ്ലേറ്റിലേക്ക് എടുക്കുക, കഴിക്കുക. നല്ല ചോറും പിന്നെ അവിയലും പരിപ്പും നെയ്യും ഒക്കെ ആയിട്ട് നല്ലതുപോലെ കൂട്ടിക്കുഴച്ച് കഴിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ടാക്കുക.